നമസ്കാരം. theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഈ വെബ്സൈറ്റ് അറിയാമല്ലോ, അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റാണ്. കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മളിലെ ആ ഒരു ക്യൂരിയോസിറ്റി, അത്ഭുതം അതൊക്കെ കണ്ടെത്താനും ആഘോഷിക്കാനുമുള്ള ഒരിടം. ശരിയാണ്, ഒരു വെർച്വൽ സ്പേസ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, റിഫ്ലക്ഷൻസ് ഒക്കെ പല രൂപത്തിൽ, എഴുത്ത്, ആർട്ട്, വിഷ്വൽസ്, അങ്ങനെ പലതും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ ഒരു പ്രത്യേക പോസ്റ്റിലാണല്ലോ. അതെ, ആനന്ദം ശ്വസിക്കട്ടെ അഥവാ ലെറ്റ് ജോയ് ബ്രീത്ത്. സെപ്റ്റംബർ 20, 2024 പബ്ലിഷ് ചെയ്ത, പിന്നെ ഡിസംബർ 4 അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റാണ്. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം. ഇതിന്റെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാല്, മറ്റൊരാള് അവരുടെ ഒരു സന്തോഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതില് ചെറിയൊരു നെഗറ്റീവ് കമന്റ് പോലും പറയാതെ അതിനെ പൂർണ്ണമായിട്ടങ്ങ് അംഗീകരിക്കുക, അഭിനന്ദിക്കുക, അങ്ങനെ ഒരു കാര്യം. കറക്റ്റ്. ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മൾ ഓർക്കില്ല, പക്ഷെ ഒരു ചെറിയ വിമർശനം മതി അല്ലേ, ആ നിമിഷത്തിലെ മൊത്തം സന്തോഷം ഇല്ലാതാക്കാൻ. ഒരുപക്ഷെ നമ്മളത് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടോ മറ്റോ ആകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം. അതെ, അജ്മൽ പോസ്റ്റിൽ നല്ല കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുതിയ വീട് കാണിക്കുമ്പോ അടുക്കള കുറച്ച് ചെറുതാണല്ലോ എന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങിയെന്ന് പറയുമ്പോൾ ഇത് പഴയ മോഡലല്ലേ എന്ന് സൂചിപ്പിക്കാതിരിക്കുക. അതുപോലെ ഡിഗ്രി കിട്ടിയ ആളോട് ഇനിയിപ്പോ ജോലി കിട്ടാൻ ഭയങ്കര പാടാണല്ലോ എന്ന് ഓർമ്മിപ്പിക്കാതിരിക്കുക. അതെ, ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതും ഒരുപക്ഷെ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. ശരിയാണ്, വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അവിടെ വേണ്ടത് എന്താണ്? അവരുടെ ആ സന്തോഷത്തിൽ നമ്മളും കൂടെ ചേരുക, ആ മൊമെന്റ് അവർക്ക് വിട്ടുകൊടുക്കുക. ഇത് ശരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ നിമിഷത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ട് കൂടെ നിൽക്കേണ്ടത്? അതെ, കാരണം ആ സമയത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ കുറവുകളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാവാം. ശരിയാണ്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ വ്യക്തിയോടൊപ്പം പൂർണ്ണമായിട്ട് നിൽക്കുക. അത് ബന്ധങ്ങളെ ശരിക്കും ഊഷ്മളമാക്കും. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ യാഥാർത്ഥ്യത്തെ കാണണ്ട എന്നാണോ? ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ കൊടുക്കുന്ന ഉപദേശങ്ങളും ഒഴിവാക്കേണ്ടി വരുമോ? നല്ല ചോദ്യമാണ്. അതായത് യാഥാർത്ഥ്യം കാണണ്ട എന്നല്ല, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയവും സന്ദർഭവും ഉണ്ടല്ലേ. ശരിയാണ്. ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തില് ചിലപ്പോ വിമർശനാത്മകമായ ഉപദേശങ്ങൾക്കോ ഒരു റിയാലിറ്റി ചെക്കിനോ അവിടെ വലിയ പ്രസക്തി ഉണ്ടാവില്ല. അത് പിന്നീട് അനുയോജ്യമായ മറ്റൊരു സമയത്താവാം. അപ്പോ ആത്യന്തികമായിട്ട് ആനന്ദം ശ്വാസമെടുക്കട്ടെ എന്ന ആ ആശയം തന്നെയാണ് പ്രധാനം. ആളുകളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവരുടെ സന്തോഷങ്ങളിൽ പൂർണ്ണ മനസ്സോടെ കൂടെ നിൽക്കാൻ പഠിക്കുക. അതെ, മറ്റൊരാളുടെ സന്തോഷത്തെ നമ്മുടെ അഭിപ്രായങ്ങളുടെ ഒരു ഭാരം കൊണ്ട് ഇല്ലാതാക്കരുത്. അതിന്റെ വഴിക്ക് വിടുക. ചുരുക്കി പറഞ്ഞാൽ, ഈ പോസ്റ്റിലൂടെ അജ്മൽ പറയുന്ന പ്രധാന മെസ്സേജ്, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നമ്മളും പങ്കുചേരുക, നമ്മുടെ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കാതിരിക്കുക എന്നത് തന്നെ. തീർച്ചയായും. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് അജ്മലിന്റെ കൂടുതൽ ചിന്തകളും ആശയങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്ലോഗ് ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. theborderofamind.com. അതെ, അവിടെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മാത്രമല്ല, കല, ദൃശ്യങ്ങൾ, പിന്നെ ഈ തീംസിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റുകൾ വരെയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചിന്തകളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. മാത്രമല്ല, ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, അനുഭവങ്ങൾ, ചിന്തകൾ, ജ്ഞാനം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ബ്ലോഗിൽ വായിക്കാം. എക്സ്പീരിയൻസസ്, തോട്ട്സ്, വിസ്ഡം, അതൊക്കെ. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. വരുന്നതുവരെ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം വിട്ടുതരുന്നു. മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ കലർത്താതെ പൂർണ്ണമായിട്ട് പങ്കുചേരാൻ നമുക്ക് എങ്ങനെ സ്വയം ഒന്ന് ട്രെയിൻ ചെയ്യാം? നല്ലൊരു ചോദ്യമാണ്. ഇതിനെ ഒരു വലിയ ചിത്രത്തിലേക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ സാമൂഹിക ബന്ധങ്ങളിൽ ഇതെങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും? ഒന്ന് ആലോചിച്ച് നോക്കൂ.